സുഗന്ധം പരത്തും ചെടികൾ. എങ്ങനെ നിങ്ങളുടെ വീടൊരു പെർഫ്യൂം ഗാർഡനാക്കി മാറ്റാം? ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 5 സെൻസ് ഓർഗനുകളിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾക്കും കേൾക്കുന്ന കാര്യങ്ങൾക്കും മുന്നേ ഒരു സ്ഥലത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കി തരുന്ന ഒന്നാണ് നമ്മുടെ ഘ്രാണശക്തി. ചില മണങ്ങൾ നമുക്ക് വളരെ ഇഷ്ടമാകും, ചിലത് തലവേദനയുണ്ടാക്കും, ചിലതാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഭൂതകാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മളെ എപ്പോഴും ഫ്രഷാക്കി നിർത്താൻ സ്പ്രേ ഉപയോഗിക്കാറുണ്ട്. അതുമാത്രം പോരല്ലോ, നമ്മുടെ ചുറ്റുപാടും കൂടി അതിനോടൊപ്പം സുഗന്ധപൂരിതമാക്കുന്നതിനോടൊപ്പം നമ്മളെ ടെൻഷൻ ഫ്രീ ആക്കാനും ഈ പൂക്കൾക്ക് കഴിയും. അങ്ങനെ നമുക്ക് ചുറ്റും സന്തോഷത്തിന്റെ നറുമണം പകർത്താനായി കുറച്ച് പൂക്കളെ പരിചയപ്പെട്ടാലോ? നമ്പർ 13, പെൺകുട്ടികളുടെ പ്രിയപ്പെട്ട മുല്ല. സ്പ്രിംഗ് തൊട്ട് ഓട്ടം സീസൺ വരെ വിരിയുന്ന ഈ പൂവ് അതിന്റെ വെള്ള നിറത്തിനും കടും പച്ച ഇലകൾക്കുമാണ് ഫേമസ്. വെയിറ്റ്, മെയിൻ കാര്യം നമ്മൾ മറന്നുപോയി. ഇത് വളരുന്ന സ്ഥലത്തിന് ചുറ്റും നല്ല മണമായിരിക്കും. ആ മണം മയക്കുന്ന മണം തന്നെയാണ് ഇവളെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാകാൻ കാരണം. കല്യാണങ്ങളിൽ ഉപയോഗിക്കുന്ന ബൊക്കകളിലൊക്കെ ഇതിനൊരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. മാത്രമല്ല, ഇവ മുടിയിൽ വെക്കുന്നത് പെൺകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവുമാണ്. നല്ല വെളിച്ചവും വെള്ളവും ഒക്കെ ഉണ്ടെങ്കിൽ ആശാട്ടി അടിപൊളിയായി വളരും. വേണ്ട രീതിയിൽ പരിചരിച്ചാൽ ആ ചുറ്റുപാട് മുഴുവൻ ഇവൾ മണം കൊണ്ട് നിറയ്ക്കും. സത്യം പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റുകൾ വന്നതോടെ ഇത്തരം പൂക്കളെ നമ്മൾ മറന്നു തുടങ്ങിയെന്ന് വേണം പറയാൻ. നിങ്ങളുടെ വീട്ടിൽ മുല്ലപ്പൂ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നമ്പർ 12, വില്ലൻ കാക്ടസിന്റെ നറുമണം. അത്യാവശ്യം വലിപ്പമുള്ള ഈ കക്ഷി എങ്ങനെ വിരിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ദിവസം മാത്രമേ ഇതിന്റെ പൂക്കൾക്ക് ആയുസുള്ളൂ. പക്ഷേ നല്ല മെച്ചൂറായ ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കി വെക്കാൻ ഇവനിൽ പൂക്കൾ ഉണ്ടായിരിക്കും. അങ്ങനെ എപ്പോഴും ഒന്നും ഇതിൽ പൂക്കൾ ഉണ്ടാകാറില്ല. ഒരു വർഷത്തിൽ ചിലപ്പോൾ 2 തവണയൊക്കെ ഈ പൂക്കൾ വിരിയാറുള്ളൂ. ബാക്കി സമയങ്ങളിൽ ചെറിയ ബെറീസ് ഇതിൽ കാണാം. ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്രൂട്ടിന് നമ്മുടെ നാരങ്ങയുടെ ഒരു ചെറിയ കട്ടുണ്ട്. അതുകൊണ്ട് ഇവന് ലെമൺ വൈൻ എന്ന പേര് കിട്ടിയത്. ഇനി ഇവന്റെ പൂക്കൾ മെച്യൂറായി മാറുന്ന ഫ്രൂട്ട് മഞ്ഞ നിറമോ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലോ ആയി മാറും. ധാരാളം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇവ കഴിക്കാനായി പിച്ചുകയാണെങ്കിൽ ഇവന്റെ ദേഹത്തുള്ള മുള്ളുകൾ കൊള്ളാതെ പറിച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം ആശാൻ നമ്മുടെ കാക്ടസ് കുടുംബത്തിലുള്ളതാണേ, വില്ലനാണ്. നമ്പർ 11, ഇന്ന് ഞാൻ നാളെ നീ. യെസ്റ്റർഡേ ടുഡേ ടുമോറോ. ഇന്നലെ ഇന്ന് നാളെ. ഇതെന്ത് പേരെന്നല്ലേ നിങ്ങൾ കരുതുന്നേ? സത്യത്തിൽ ഇവളെ ഓന്ത് എന്നായിരുന്നു വിളിക്കേണ്ടത്. കാരണം അതുപോലെയല്ലേ നിറം മാറി കളിക്കുന്നത്. ഡാർക്ക് വയലറ്റിലുള്ള ഇവൾ പയ്യെ പയ്യെ നിറം മാറി ഒരു ലാവെൻഡർ കളറിലെത്തും. എന്നിട്ട് പൊഴിഞ്ഞു പോകാറാകുമ്പോഴേക്കും പൂർണ്ണമായി വെള്ളം പുതയ്ക്കും. അതായത് നിറം മാറി വെള്ളയാകുമെന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വഴിയെ പോണ ആൾക്കാരുടെ വരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള മണമാണ് ഇവൾക്കുള്ളത്. പിന്നെ പൂത്ത് പന്തലിച്ച് കിടക്കുന്നത് കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിപ്പോകും. വാം ടെമ്പറേച്ചറാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് രാവിലെയുള്ള സൂര്യപ്രകാശം ഇവരുടെ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ സഹായിക്കും. പക്ഷേ ഉച്ചയ്ക്കത്തെ വെയിൽ ഇവർക്കുചിതമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാകണം ഇവരെ നട്ടുവെക്കാൻ. ഇതിഷ്ടമുള്ളവർക്ക് ഇവിടെ ഒരു ലൈക്ക് ഇടാം. നമ്പർ 10, ബുള്ളറ്റ് ട്രീ. ഇലഞ്ഞി പൂ മണം ഒഴുകി വരും. അത് തന്നെ നമ്മുടെ ഇലഞ്ഞി. ഇവൾ ഒരു ഇത്തിരി വലിയ കക്ഷിയാണ്. മരം പോലെ വളരുന്ന ഒരു ചെടിയാണ് സ്പാനിഷ് ചീറി. അമ്പലങ്ങളിലൊക്കെയാണ് പൊതുവെ ഇവളെ കാണപ്പെടാറുള്ളത്. ചെറിയ പൂക്കളുള്ള ഇവൾക്ക് ഒരു പോസിറ്റീവ് വൈബും ശാന്തതയും അനുഭവപ്പെടുത്തുന്ന തരത്തിലുള്ള വളരെ നല്ല മണമാണുള്ളത്. മാത്രമല്ല, മിക്ക സ്ഥലങ്ങളിലും ഇവൾ ഒരുക്കുന്ന തണൽ കാരണം താഴെ ഒരു ഇരിപ്പിടം പോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കാറുണ്ട്. ഈ പൂക്കൾ ഗാർലൻഡ് ഉണ്ടാക്കാനും മരുന്നുകൾക്കായും ഉപയോഗിക്കാറുണ്ട്. ഇവൾക്കിനിയൊരു ഇരട്ടപ്പേര് കൂടിയുണ്ട്, ബുള്ളറ്റ് ട്രീ എന്ന്. കാരണം ഇവളുടെ പൂക്കൾ മൊട്ടിട്ട് തുടങ്ങുമ്പോൾ അതിനൊരു ബുള്ളറ്റിന്റെ ഷേപ്പാകും ഉണ്ടാക്കുക. നമ്പർ 9, ഒരു അരോമ തെറാപ്പി ആവാം. ഇവനാണ് ലാങ് ലാങ്. പേര് കേൾക്കുമ്പോൾ ഒന്ന് നെറ്റി ചുളിച്ചാലും ആശാൻ വലിയ പുള്ളിയാണ്. ഒരു ചെറിയ മരം പോലെ വളർന്ന് പന്തലിക്കുന്ന ഇവന്റെ പൂക്കൾ ആദ്യം പച്ച നിറമാകും. പിന്നീട് അതിൽ നിന്നും മഞ്ഞ നിറത്തിലേക്ക് മാറും. ഇവനും വെയിൽ നല്ല രീതിയിൽ ആവശ്യമാണ്. പരിസരം മുഴുവൻ സുഗന്ധം പരക്കാൻ ഇവൻ ഒരാൾ വിചാരിച്ചാൽ മാത്രം മതി. അതിനോടൊപ്പം നമ്മുടെ മാരുതന്റെ ചെറിയ തഴുകൽ കൂടിയാകുമ്പോൾ ആ ഒരു പരിസരവും കടന്നുവരെ ഇവന്റെ സുഗന്ധമെത്താൻ ചാൻസ് ഉണ്ട്. അരോമ തെറാപ്പി പോലെയുള്ളവയിൽ ഇവൻ ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട്. അപ്പോൾ തന്നെ ആളുടെ സുഗന്ധം നമ്മുടെ മനസ്സിനെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് മനസ്സിലായില്ലേ? മാത്രമല്ല, ഡിപ്രഷൻ, സ്ട്രെസ് എന്നിവയൊക്കെ അകറ്റാൻ ഇതിന്റെ സുഗന്ധം സഹായിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇവനെ പെർഫ്യൂം ഉണ്ടാക്കാനും ഉപയോഗിക്കും. ഇതിന്റെ സുഗന്ധം ഇഷ്ടമുള്ളവർ ഇവിടെ കമന്റ് ചെയ്യണേ. നമ്പർ 8, ഒരു രാജകീയ ചെടി. തായ്ലാന്റിൽ മസാജ് മാത്രമല്ല, നല്ല ചെടികളുമുണ്ട് കേട്ടോ. ദേ കാൻഡിൽ വൈൻ എന്ന ഈ വള്ളിച്ചെടി അവിടെ നിന്നും കടൽ കടന്നു വന്നവനാണ്. രാജകൊട്ടാരങ്ങളിലൊക്കെയാണ് ഇവനെ കൂടുതലായി വെച്ച് വളർത്തിയിരുന്നത്.
അതിന് കാരണം ഇതിൽ നിന്നും വരുന്ന സുഗന്ധം തന്നെയാണ്. ക്വീൻ ഓഫ് ഫ്രേഗ്രൻസ് എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഇലകൾ കാണാത്തത്ര രീതിയിൽ പൂത്തൊലയുന്ന ഇവയ്ക്ക് വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങളാണുള്ളത്. ക്യാൻഡിൽ പോലെ തോന്നുന്ന ഇവ പൂത്തൊലഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു രാജകീയ പ്രൗഢിയൊക്കെയുണ്ട്. സ്വർണവും പവിഴവും കൊണ്ടൊക്കെ അലങ്കരിക്കുന്ന രാജകൊട്ടാരങ്ങൾക്കുള്ളിൽ ഒരു ചെടി സ്ഥാനം പിടിക്കണമെങ്കിൽ അതിന്റെ ഭംഗിയും മനുഷ്യരെ വശീകരിക്കാൻ കഴിവുള്ള അതിന്റെ സുഗന്ധത്തെ പറ്റിയും ചിന്തിക്കാവുന്നതേയുള്ളൂ. ഈ ചെടി പൊതുവെ കേരളത്തിൽ റെയറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടിട്ടുള്ളവരും ആ സുഗന്ധം അനുഭവിച്ചിട്ടുള്ളവരും ഒന്ന് കമന്റ് ചെയ്യണേ. നമ്പർ 7, സുഗന്ധമോഹിനി. മധുമോഹിനി എന്ന ഹിന്ദിക്കാരി റഗൂൺ ക്രീപ്പർ എന്ന ഇവൾക്ക് ആദ്യമുണ്ടാകുക വെള്ള പുഷ്പങ്ങളാകും. പിന്നീട് അതിൽ നിന്നും കളർ മാറി ഒടുവിൽ ചുവപ്പ് നിറത്തിലെത്തും. ഇഷ്ടം പോലെ പൂക്കൾ മൊട്ടിടുമെങ്കിലും ചെറിയൊരു കാറ്റടിച്ചാൽ പോലും ഇവ പൊഴിഞ്ഞ് താഴേക്ക് വീഴും. ഇവരുടെ കളർ ചേഞ്ച് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനാണ്. വൈറ്റ് കളർ രാത്രിയിലും ചുവപ്പ് നിറം രാവിലെയുമുള്ള പോളിനേറ്റേഴ്സിനെ ഇവരുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു. മനം മയക്കുന്ന സുഗന്ധം പരത്തുന്നതുകൊണ്ടും ആരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള സൗന്ദര്യവും ഉള്ളതുകൊണ്ടുമാകാം ഹിന്ദിക്കാരിവളെ മധുമോഹിനി എന്ന് വിളിക്കുന്നത്. കാരണം ആ സുഗന്ധത്തെ റെസിസ്റ്റ് ചെയ്യാൻ ഭൂരിഭാഗം ആളുകൾക്കും കഴിഞ്ഞെന്ന് വരില്ല. നമ്പർ 6, പൂത്തുലയും പാരിജാതം. നിങ്ങൾക്ക് യഥാർത്ഥ പാരിജാതം ഏതാണെന്നറിയാമോ? പലരും പല പൂക്കളാണ് പറയാറ്. എന്നാൽ ഇതാണ് ഒറിജിനൽ പാരിജാതം. ഹിന്ദുയിസമായി വളരെ ബന്ധമുള്ള ഒരു പുഷ്പമാണിത്. ശ്രീരാമന് ഏറെ ഇഷ്ടമുള്ള പാരിജാതം നിരവധി പൂജാകർമ്മങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. വലിയ വൃക്ഷമായി മാറുന്ന ഇവയെ വേണ്ട രീതിയിൽ വളർത്തുകയാണെങ്കിൽ വീടുകളിലും നമുക്ക് വളർത്തിയെടുക്കാനായി സാധിക്കും. എന്നും ഇവയിൽ പൂക്കളുണ്ടായിരിക്കും. മനം മയക്കുന്ന സുഗന്ധമാണ് ഈ പൂക്കൾക്ക്. ഒരു തവണ നമ്മൾ പറിച്ചെടുത്താൽ പോലും പിറ്റേന്നെത്തുമ്പോൾ അതിൽ നിറയെ പൂക്കളുണ്ടായിരിക്കും. ആ രീതിയിലാണ് ഇവയിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പൂക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ആ പരിസരം എങ്ങും ഇവയുടെ സുഗന്ധത്താൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റിവിറ്റി ഇവയുടെ ചുറ്റും അനുഭവപ്പെടാനും നമുക്ക് സാധിക്കുന്നതാണ്. നമ്പർ 5, അരി മണക്കുന്ന പൂക്കൾ. പുതുതായി അടുപ്പിന്ന് വേവിച്ചെടുത്ത അരിയുടെ അല്ലെങ്കിൽ ബസുമതി റൈസിന്റെ സ്മെല്ലോടൊക്കെ സിമിലറായ മണമാണ് ഈ പൂക്കൾക്കുള്ളത്. വെയിലും വെള്ളവും ഇവയ്ക്ക് വളരെ അത്യാവശ്യമാണ്. വെള്ള നിറത്തിൽ ഒരു കപ്പ് പോലെയാണ് വിഷപ്പാല അഥവാ വാലറിസ് സൊലാൻഷിയ കാണപ്പെടുന്നത്. പിന്നെ പടർന്നു കയറുന്ന തരത്തിലാണ് ഇവയുടെ സ്റ്റെം ഉള്ളത്. നല്ല സുഗന്ധമുള്ള ഈ പൂക്കൾ മലേഷ്യയിൽ വിവാഹ ഒരുക്കങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്പർ 4, കെയർ കൊടുക്കല്ലേ. ഒറ്റാവോർ മോഹിനി അല്ലെങ്കിൽ ചെണ്ടുമുല്ല എന്ന ചെല്ല പേരും ഇവയ്ക്കുണ്ട്. ഇവളുടെ സുഗന്ധം കാരണം പണ്ട് ഇവളെ സെന്റുമുല്ല എന്ന ആളുകൾ വിളിച്ചിരുന്നത്. പിന്നീട് അത് ചെണ്ടുമുല്ലയാകുകയായിരുന്നു. ബൊക്ക പോലെയാണ് ഇവയിൽ പൂക്കൾ പൂവിടുന്നത്. അതും നല്ല സുഗന്ധത്തോടുകൂടി. നിറയെ തേനുള്ള ഇവ ചെറിയ പ്രാണികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പൂ കൂടിയാണ്. ഇനി ഇവയ്ക്ക് വളരെയധികം കെയർ ഒന്നും കൊടുക്കാത്തതാകും നല്ലത്. കാരണം വളമൊക്കെ ഇട്ട് അടിപൊളിയാക്കിയാൽ പുള്ളിക്കാരി പൂക്കൾ വിരിക്കണമെന്ന കാര്യമങ്ങ് മറന്നുപോകും. പകരം വലിയ ഇലകളുണ്ടാക്കും. അതുകൊണ്ട് ഇവളെ അധികം അങ്ങോട്ട് കെയർ ആക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഇലകൾക്ക് ചെറിയ പീനട്ട് ബട്ടറിന്റെ സ്മെല്ലൊക്കെയുണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നിയോ? നമ്പർ 3, രാത്രി വിരിയും സുഗന്ധം. സെപ്റ്റംബർ തൊട്ട് നവംബർ മാസം വരെയാണ് നൈറ്റ് ബ്ലൂമിംഗ് ജാസ്മിൻ പൊതുവെ പൂക്കൾ വിരിക്കാറുള്ളത്. അതും പേരുപോലെ തന്നെ രാത്രി മാത്രമേ ഇവൾ വിരിയാറുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഈ പൂക്കളൊക്കെ ഏറെക്കുറെ താഴെ വീണിട്ടുണ്ടാകും. നല്ല സുഗന്ധമുള്ള ഇവൾക്ക് ധാരാളം മെഡിസിനൽ ഗുണങ്ങളുമുണ്ട്. സന്ധിവാതങ്ങൾക്കൊക്കെയായി ഉപയോഗിക്കാറുമുണ്ട്. വെള്ള നിറമുള്ള പൂക്കളുടെ അറ്റത്ത് ഓറഞ്ച് നിറത്തിലുള്ള ഇതിന്റെ പൂക്കൾ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അമ്പലങ്ങളിൽ ധാരാളമായി ഇതിന്റെ മരം കണ്ടുവരാറുണ്ട്. ഈ പൂവിന്റെ നൊസ്റ്റാൾജിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. നമ്പർ 2, ബബിൾഗം പൂക്കൾ. ചെമ്പകമേ ചെമ്പകമേ നീ എന്നും എന്റേതല്ലേ. മംഗോലിന ഫാമിലിയിൽ ഉൾപ്പെടുന്ന ചാമ്പാക്ക മംഗോലിന എന്ന ഈ മരത്തെ നമ്മൾ സ്നേഹത്തോടെ മംഗോളിന ചെമ്പകം എന്നും വിളിക്കാറുണ്ട്. മഞ്ഞ നിറത്തിലാണ് ഇവയുടെ പൂക്കളുള്ളത്. അതും നല്ല സ്ഥലമൊക്കെ നിങ്ങളുടെ മുറ്റത്തുണ്ടെങ്കിൽ ഇവൾ ഒരു മരം പോലെ തന്നെ വളർന്നു പന്തലിക്കും. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ഇവൾ പൂവിടുക. ബബിൾഗമിന്റെ മണത്തോട് സാമ്യമുള്ള മണമാണ് ഈ പൂക്കൾക്കുള്ളത്. മനസ്സ് കവരുന്ന മണമാണെന്ന് തന്നെ പറയാം. ഇതുപയോഗിച്ച് ഫേമസ് ആയ പല പെർഫ്യൂമുകളും നിർമ്മിക്കുന്നുണ്ട്. ത്വക്പരമായ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്പർ 1, കാഷ്ടത്തിൽ നിന്നുള്ള ചെടി. പേര് പോലെ തന്നെ തേനിന്റെ പോലുള്ള സുഗന്ധമാണ് ഹണി സക്കിളിനുള്ളത്. പുതിയ പൂക്കൾ വെള്ളയായും പ്രായം കൂടുംതോറും അതിന്റെ നിറം മഞ്ഞയാകുന്നതായുമാണ് പൊതുവെ ഇവയിൽ കാണപ്പെടുന്നത്. ചെറിയ ബെറീസും ഈ ചെടിയിൽ ഉണ്ടാകാറുണ്ട്. അത് കഴിക്കുന്ന പക്ഷികൾ പിന്നീട് അവിടെ എവിടെയെങ്കിലും പോയി കാഷ്ടിക്കുന്നതിലൂടെ ഇവൾ അവിടെയും വളർന്നു വരും.
നല്ല രീതിയിൽ കാട് പോലെ വളർന്ന് പന്തലിക്കുന്ന ഇവൾക്ക് ഏതെങ്കിലും മരത്തിനരികിലാണ് പെടുന്നതെങ്കിൽ ആ മരത്തിന്റെ തടിക്ക് ചുറ്റും വളരാനായി തുടങ്ങും. അതുമൂലം ആ മരത്തിന് വളരാൻ കഴിയാതെ വരികയും ആ മരം നശിച്ചു പോകുകയും ചെയ്യും. എങ്കിലും വേണ്ട രീതിയിൽ പരിചരിച്ച് വളർത്തുകയാണെങ്കിൽ നമ്മുടെ പരിസരം നിറയെ സുഗന്ധം പടർത്താൻ ഇവൾ സഹായിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട. നമുക്ക് ചുറ്റും നറുമണം പടർത്തുന്ന ചെടികളെ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ വീട്ടിൽ ഇതിലേതെങ്കിലും ചെടിയുണ്ടോ? അല്ലെങ്കിൽ നല്ല മണം നൽകുന്ന ഇതിലില്ലാത്ത ഏതെങ്കിലും ചെടിയുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. പിന്നെ എല്ലാം മണത്തറിയുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you soon.